നമസ്കാരം. കേരള ന്യൂസ് 60 വാർത്തകൾക്ക് വേണ്ടി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ബെല്ലൈക്കണിൽ ക്ലിക്ക് ചെയ്താൽ മാത്രമാണ് ഞങ്ങളുടെ വാർത്തകൾ നിങ്ങൾക്ക് ലൈവായിട്ട് ലഭിക്കുകയുള്ളൂ. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്താനൊന്നും മറന്നു പോകരുത്. വാർത്തയിലേക്ക്. പൂക്കളുടെ പുസ്തകത്തിൽ എം സ്വരാജ് ഇങ്ങനെ എഴുതുന്നുണ്ട്: ചിലപ്പോഴെങ്കിലും പൂവ് പുതിയൊരു ലോകത്തേക്കുള്ള താക്കോലാണ്. ഓരോ ഇതളും ചരിത്രത്തിന്റെ നാൾവഴികളിൽ വീണ് കിടപ്പുണ്ട്, അഴുകി മണ്ണിൽ അലിഞ്ഞു ചേരാതെ. ആ വഴികളിലൂടെ അല്പദൂരം നടക്കാൻ ശ്രമിച്ചാൽ ചരിത്ര വീഥികളിലെ വിസ്മയിപ്പിക്കുന്ന എന്തെന്ത് കഥകളാണ് നമ്മളെ തേടിയെത്തുക. ഓരോ പൂവും പറയുന്ന കഥകളിൽ നിന്നാണ് ചെറിയ പൂവിനുള്ളിലെ വലിയ ലോകങ്ങൾ നമുക്ക് അറിയാനാവുക എന്നാണ് എം സ്വരാജ് പൂക്കളുടെ പുസ്തകത്തിൽ കുറിച്ചത്. കേരള സാഹിത്യ അക്കാദമിയുടെ CB കുമാർ എൻഡോമെന്റ് അവാർഡ് ഈ കൃതിക്കാണ്, പൂക്കളുടെ പുസ്തകത്തിനാണ് ലഭിച്ചത്. മികച്ച ഉപന്യാസത്തിനുള്ള കഴിഞ്ഞ വർഷത്തെ അവാർഡ് എം സ്വരാജിന് ലഭിക്കുമ്പോഴും അദ്ദേഹം ആ അവാർഡ് നിരസിക്കുകയാണ്. തനിക്ക് ഇങ്ങനൊരു അവാർഡ് വേണ്ട എന്ന് അദ്ദേഹം പറയുകയാണ്. അവാർഡുകൾക്ക് വേണ്ടി ആളുകൾ നെട്ടോട്ടം ഓടുന്ന ഒരു കാലഘട്ടത്തിൽ തനിക്ക് ഇത്തരത്തിലുള്ളൊരു അവാർഡ് വേണ്ട എന്ന് എം സ്വരാജ് പറഞ്ഞുകൊണ്ട് നമ്മളെയൊക്കെ അത്ഭുതപ്പെടുത്തുകയാണ്. എന്തുകൊണ്ടാണ് താൻ ഇത്തരത്തിൽ അവാർഡ് നിഷേധിക്കുന്നത് എന്നതിനെ പറ്റി അദ്ദേഹം വ്യക്തമായി തന്നെ ഫേസ്ബുക്കിൽ കുറിക്കുന്നുണ്ട്. നമുക്ക് ആദ്യം തന്നെ അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് കാണാം. ശേഷം അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിന് വന്നിട്ടുള്ള കമന്റുകൾ നമുക്കൊന്ന് പരിശോധിക്കാം. ശേഷം ചിലതൊക്കെ പറയാനുണ്ട്. കേരള സാഹിത്യ അക്കാദമിയുടെ ഒരു അവാർഡിന് തിരഞ്ഞെടുക്കപ്പെട്ടതായി അറിയുന്നു. ഇന്ന് മുഴുവൻ സമയവും പാർട്ടി സംസ്ഥാന കമ്മിറ്റി യോഗത്തിലായിരുന്നതിനാൽ ഇപ്പോൾ മാത്രമാണ് ഇക്കാര്യം അറിഞ്ഞത്. ഒരു വിധത്തിലുമുള്ള പുരസ്കാരങ്ങൾ സ്വീകരിക്കില്ല എന്നത് വളരെ മുൻപ് തന്നെയുള്ള നിലപാടാണ്. മുൻപ് ചില ട്രസ്റ്റുകളും സമിതികളും മറ്റും പുരസ്കാരങ്ങൾക്ക് പരിഗണിച്ചപ്പോൾ തന്നെ ഈ നിലപാട് അവരെ അറിയിച്ചിരുന്നു. അതിനാൽ ഇങ്ങനൊരു പരസ്യ നിലപാട് പ്രഖ്യാപനം അന്നൊന്നും വേണ്ടി വന്നില്ല. ഇപ്പോൾ അവാർഡ് വിവരം വാർത്തയായി വന്നതിനാലാണ് പരസ്യ പ്രതികരണം വേണ്ടി വന്നത്. പൊതുപ്രവർത്തനവും സാഹിത്യ പ്രവർത്തനവും ഉൾപ്പെടെ ഒരു കാര്യത്തിനും ജീവിതത്തിൽ ഒരിക്കലും പുരസ്കാരങ്ങൾ സ്വീകരിക്കുന്നതല്ല എന്ന നിലപാട് ആവർത്തിക്കുന്നു. അക്കാദമിയോട് ബഹുമാനം മാത്രമെന്നാണ് എം സ്വരാജ് തന്റെ ഫേസ്ബുക്കിൽ കുറിച്ചത്. അതിന് കമന്റുകൾ രേഖപ്പെടുത്തിയതിൽ രാഹുൽ ഈശ്വർ വരെ ഇദ്ദേഹത്തിന് അത് നന്നായി, അത് മാത്രമല്ല ഇത് മാതൃകയാണ് എന്നൊക്കെ പറഞ്ഞ് രംഗത്ത് വന്നിട്ടുണ്ട്. എല്ലാവരെയും ഒരു കമന്റ് ഞാനൊന്ന് വായിക്കാം. നിലപാടിന്റെ രാജകുമാരൻ എന്ന് അഷ്റഫ് പറയുന്നു. അതുപോലെ തന്നെ സന്തോഷ് പറയുന്നു വല്ലാത്തൊരു മനുഷ്യൻ എന്ന് രേഖപ്പെടുത്തുന്നു. അതുപോലെ തന്നെ മറ്റൊരാൾ പറയുന്നു പിന്നെയും നിന്നിലേക്ക് അടുപ്പിക്കുകയാണല്ലോ സഖാവെ ലാൽസലാം എന്ന് ഷാനവാസ് പറയുന്നു. അതുപോലെ തന്നെ ഷജാസ് പറയുന്നു തെളിച്ചമുള്ള ഈ നിലപാടിന് തിളക്കമുള്ള ഒരു കാലം വരും, ചവിട്ടിയവർ കുത്തിയവർ അന്ന് ഒപ്പം കൂടും, ഇല്ലെങ്കിൽ സത്യമെന്നത് നുണയായിരിക്കും എന്ന് പറയുന്നു. അതുപോലെ തന്നെ അബ്ദുൾ വാഹിദ് പറയുന്നു നിങ്ങൾക്ക് മുമ്പിൽ വീണ്ടും അവർ തോൽക്കുന്നു എന്ന് പറയുന്നു. അതുപോലെ തന്നെ ഹാരിസ് പറയുന്നു നിലപാടുകളിൽ ഉറച്ചുള്ള പോരാട്ടം തുടരുക, കേരളത്തിന്റെ ഭാവി CM-ന് അഭിവാദ്യങ്ങൾ എന്ന് പറയുന്നു. അതുപോലെ തന്നെ ഷജാസ് പറയുന്നു മാമുക്കോയ അവാർഡും ബീരാൻകുട്ടി അവാർഡിനും മുന്നിൽ ക്യൂ നിൽക്കുന്ന മനുഷ്യരുള്ള കാലത്താണ് ഒരു അവാർഡ് പരസ്യമായി വേണ്ടെന്ന് പറയുന്നത്. ജീവിതം ഒരു മാതൃകയാണ് എന്ന് പറയുന്നു. അതുപോലെ തന്നെ രാഹുൽ ഈശ്വർ പറയുന്നു ബഹുമാനം, ആദരണീയനായ മാതൃക സഖാവ് സ്വരാജ് എന്ന് പറയുന്നത്. രാഹുൽ ഈശ്വറിന്റെ ആ ഒരു പ്രതികരണം വളരെ വിലപ്പെട്ടതാണ്. നമുക്കറിയാമല്ലോ BJPക്ക് വേണ്ടിയും അത് വലതുപക്ഷത്തിനൊക്കെ വേണ്ടി വല്ലാതെ ന്യായീകരിച്ച് നമ്മുടെ സമൂഹ മാധ്യമങ്ങളിലും ഒക്കെ കാണുന്ന ഒരു എതിരാളി പോലും എം സ്വരാജിനെ കൈയടിക്കുന്നു. ഇതാണ് സ്വരാജിന്റെ ഒരു വ്യക്തിത്വം എന്ന് പറയുന്നത്. എതിരാളികളെ കൊണ്ടുപോലും കൈയടിപ്പിക്കാൻ അദ്ദേഹത്തിന് കഴിയുന്നു എന്നുള്ളത് തന്നെയാണ്. നോക്കൂ, നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ അദ്ദേഹം പരാജയം ഏറ്റുവാങ്ങുമ്പോഴും ഏറ്റവും കൂടുതൽ വലിയ ഒരു പിന്തുണ, ഏറ്റവും കൂടുതൽ ആഘോഷിക്കപ്പെട്ടത് അത് എം സ്വരാജ് ആയിരുന്നു. നിലപാട് കൊണ്ടാണ് അദ്ദേഹം ആഘോഷിക്കപ്പെട്ടത്. നോക്കൂ, ആര്യാടൻ ഷൗക്കത്ത് നിലമ്പൂരിൽ അതായത് ജമാഅത്ത് ഇസ്ലാമി അടക്കമുള്ള വർഗീയ കക്ഷികളുടെയും വർഗീയ മുന്നണികളുടെയും ഒക്കെ വോട്ട് പിടിച്ചുകൊണ്ടാണ് അദ്ദേഹം അവിടെ ജയിച്ചത് എന്നുള്ള കാര്യത്തിൽ ആർക്കും ഒരു തർക്കമൊന്നും ഉണ്ടാകാൻ ഒരു സാധ്യതയുമില്ല. നിലമ്പൂരിൽ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് പുറത്തു വന്ന ശേഷം മാധ്യമപ്രവർത്തകർ എം സ്വരാജിനെ കാണാൻ ചെന്നപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഒരു വർഗീയവാദിയുടെയും പിന്തുണ ഒരു കാലത്തും ഞങ്ങൾക്ക് ആവശ്യമില്ല എന്ന് തന്നെയാണ്. അത് ആവശ്യപ്പെടാത്തതിന്റെ പേരിൽ ഇനിയും പരാജയങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നാലും നിലപാടിൽ മാറ്റമില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ശരിയായ നിലപാടുകൾ എക്കാലത്തും അംഗീകരിക്കപ്പെട്ടു എന്ന് വരില്ല. അത് കരുതി ശരിയായ നിലപാടുകളെ കൈയൊഴിയാൻ നമുക്ക് സാധിക്കില്ല എന്നാണ് എം സ്വരാജ് പറഞ്ഞത്. അദ്ദേഹത്തിന്റെ ആ പ്രതികരണം സത്യത്തിൽ വലിയ രീതിയിൽ തന്നെ അന്ന് ചർച്ചയാവുകയും എം സ്വരാജ് എന്ന് പറയുന്ന ആ മനുഷ്യനെ നമ്മൾ എല്ലാവരും വലിയ രീതിയിൽ തന്നെ അദ്ദേഹത്തിന്റെ വ്യക്തിപ്രഭാവത്തെ പറ്റി നിലപാടുകളെ പറ്റിയൊക്കെ ചർച്ച ചെയ്യുകയും ഒക്കെ ചെയ്തതാണ്. എന്തായാലും എം സ്വരാജ് ഓരോ ഘട്ടത്തിലും ഓരോ നിമിഷത്തിലും ഒരു മനുഷ്യൻ, നിലപാടുള്ള നട്ടലുള്ള മനുഷ്യൻ എങ്ങനെയായിരിക്കണം എന്ന് നമ്മളെ കാണിച്ചു തരുന്നുണ്ട്. ഈ കാലഘട്ടത്തിൽ എം സ്വരാജ് എന്ന് പറയുന്ന
മനുഷ്യൻ അദ്ദേഹം നമ്മളെ വിസ്മയിപ്പിച്ചുകൊണ്ടിരിക്കുകയാണെന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നും ഇല്ല എന്നത് ഒരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. എം സ്വരാജിന്റെ പരാജയത്തെ തുടർന്ന് അത് വലിയ രീതിയിൽ ആഘോഷമാക്കിക്കൊണ്ട് സംഘപരിവാരങ്ങളും അതുപോലെ തന്നെ മഴവിൽ മുന്നണികളും കക്ഷികളും ഒക്കെ ഇപ്പോഴും അത് ആഘോഷമാക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ പണിക്കർക്കൊക്കെ സ്ഥിരം പരിപാടി എന്ന് പറയുന്നത് എം സ്വരാജിനെ ഇങ്ങനെ വല്ലാത്ത രീതിയിൽ ഏത് സംഘപരിവാറിന് വേണ്ടി വിടുവേല ചെയ്യുന്ന നമ്മുടെ പണിക്കര് മൂപ്പരൊക്കെ ഇപ്പോഴും എം സ്വരാജിനെതിരെ പല രീതിയിലുള്ള പോസ്റ്റുകൾ ഇട്ടിട്ട് ആ മോങ്ങൽ അവസാനിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ്. നോക്കൂ, ആര്യടൻ ഷൗക്കത്ത് നിലമ്പൂരിൽ ജയിച്ചു കയറുമ്പോഴും അദ്ദേഹത്തിന്റെ വിജയത്തിന് വലിയ ശോഭയുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെയാണ് ഉത്തരം. ആദ്യമായിട്ടാകും ഒരു തിരഞ്ഞെടുപ്പിൽ തോൽക്കുന്ന വ്യക്തി ആഘോഷിക്കപ്പെടുന്നതും ജനങ്ങൾക്ക് റോൾ മോഡലായി മാറുന്നതും ഒക്കെ. അതുകൊണ്ടൊക്കെ തന്നെ വലിയ രീതിയിൽ മഴവിൽ കക്ഷികളുടെയൊക്കെ കൂട്ടുപിടിച്ചിട്ടും അവിടെ ജയിച്ചിട്ടും UDF-ന് ഈ വിജയത്തിൽ ഒരു തിളക്കമില്ലാത്ത സാഹചര്യം ഉണ്ടാകുമ്പോൾ എം സ്വരാജിനെതിരെ വലിയ രീതിയിൽ ഈ സൈബർ വെട്ടുക്കിളികൾ, അതായത് സംഘപരിവാറിന്റെയും കോൺഗ്രസിന്റെയും സൈബർ വെട്ടുക്കിളികൾ ഓരോ പോസ്റ്റിട്ടും ഒക്കെ ആഘോഷിക്കുകയാണ്. കേരള സാഹിത്യ അക്കാദമിയുടെ ഇങ്ങനൊരു അവാർഡ് അദ്ദേഹത്തിന് ലഭിക്കുമ്പോഴും അദ്ദേഹം ഇത് നിരസിക്കുമ്പോഴും ഒക്കെ അതിനെതിരെ വലിയ രീതിയിലുള്ള സൈബർ ആക്രമണങ്ങൾ നടത്തിക്കൊണ്ട് കോൺഗ്രസിന്റെ ചില സൈബർ വെട്ടുക്കിളികൾ ഇപ്പോഴും സമൂഹ മാധ്യമങ്ങളിലൂടെ കരഞ്ഞുകൊണ്ട് നടക്കുന്നുണ്ട് എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. എത്ര പേർക്ക് ഇങ്ങനെ ചെയ്യാൻ കഴിയും, എത്ര പേർക്ക് പറഞ്ഞ നിലപാടിൽ ഇങ്ങനെ ഉറച്ചു നിൽക്കാൻ കഴിയും എന്നൊക്കെ ചോദിച്ചാൽ അത് എതിർപക്ഷത്ത് അവരുടെ എണ്ണം എടുത്ത് പരിശോധിച്ചാൽ 0 ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കമൊന്നും ഉണ്ടാകാൻ ഒരു സാധ്യതയുമില്ല. ന്യൂനപക്ഷ വർഗീയതയുടെയും അതുപോലെ തന്നെ ഭൂരിപക്ഷ വർഗീയതയുടെയും ഒക്കെ പുറകെ പോകില്ല എന്ന് പറയുന്നവർ അതിന് പുറകെ പോകുന്ന കാഴ്ചയാണല്ലോ നമ്മൾ UDF-ൽ കണ്ടിട്ടുള്ളത്. എന്നാൽ അതിന് പുറകെ പോകില്ല എന്ന് പ്രഖ്യാപിച്ചിട്ടുള്ള ഇടതുപക്ഷം അതിന് പുറകെ പോകാത്ത ഒരു കാഴ്ച നമ്മളെ കാണിച്ചു തന്നുകൊണ്ട് നിലപാടുകളുടെ കാര്യത്തിൽ ഇടതുപക്ഷവും വലതുപക്ഷവും എങ്ങനെയാണ് എന്ന് നമുക്ക് മുമ്പിൽ തുറന്ന് കാണിച്ചു തരുന്നുണ്ട്. മാത്രവുമല്ല, എം സ്വരാജ് എന്ന് പറയുന്ന ആ ഒരു നേതാവ് സത്യത്തിൽ വരാൻ പോകുന്ന കാലഘട്ടത്തിൽ ഒരുപക്ഷെ കേരളത്തിന്റെ മുഖ്യമന്ത്രി വരെ ആകാൻ സാധ്യതയുള്ള ഒരു വ്യക്തിയാണ് എന്നുള്ള കാര്യത്തിൽ ആർക്കും ഒരു ഭിന്ന അഭിപ്രായമൊന്നും ഉണ്ടാകാൻ ഒരു സാധ്യതയുമില്ല. കാരണം ഇത്രയധികം കാഴ്ചപ്പാടുള്ള, ഇത്ര മനോഹരമായി സംസാരിക്കാൻ കഴിയുന്ന, ഇത്ര നല്ല രീതിയിലുള്ള വ്യക്തിത്വമുള്ള ഒരു മനുഷ്യൻ കേരളത്തിന്റെ മുഖ്യമന്ത്രി ആയിരിക്കുക എന്ന് പറയുന്നത് തന്നെ വലിയ ഒരു ഭാഗ്യമാണ്. അത്തരത്തിലൊരു ഭാഗ്യം കേരളത്തിന് സംഭവിക്കണമെന്ന് ഈ നാട്ടിലെ ഒരുപാട് ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളത് ഇദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിന് അടിയിൽ വരുന്ന കമന്റുകളും ഒപ്പം ഈ നാടിലെ പല രീതിയിലുള്ള ഇദ്ദേഹത്തിനെ കുറിച്ചുള്ള സംസാരങ്ങൾ എടുത്ത് പരിശോധിക്കുമ്പോഴും ഒക്കെ നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. നിലമ്പൂരിൽ നിന്ന് ജയിച്ചു പോയ ആര്യടൻ ഷൗക്കത്തിനെ ആശംസിച്ചുകൊണ്ട് അഭിനന്ദിച്ചുകൊണ്ട് എം സ്വരാജ് രംഗത്ത് വന്നതും ഒപ്പം തിരഞ്ഞെടുപ്പിന്റെ സമയത്ത് എം സ്വരാജ് ഷൗക്കത്തിനെ കൈകൊടുത്തതും അതുപോലെ തന്നെ അദ്ദേഹത്തെ ചേർത്ത് നിർത്തിയ കാഴ്ചയും ഒക്കെ നമ്മൾ കണ്ടതാണ്. അദ്ദേഹം കേരള രാഷ്ട്രീയത്തിൽ ഒരുപാട് മാതൃകകൾ സമ്മാനിക്കുന്നുണ്ട്. പാലക്കാട് നമ്മൾ കണ്ടതാണല്ലോ, ഡോക്ടർ സരിൻ അദ്ദേഹം രാഹുൽ മാങ്കൂട്ടത്തിനും ഷാഫി പറമ്പിലും കൈകൊടുക്കാൻ ചെന്നപ്പോൾ രാഷ്ട്രീയം രണ്ടും രണ്ടാണ്, മാത്രവുമല്ല രണ്ടുപേരും മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളാണ്, അതുകൊണ്ട് കൈകൊടുക്കാൻ പാടില്ല എന്ന രീതിയിലുള്ള ഒരു തെറ്റായ സന്ദേശം പങ്കുവെച്ചുകൊണ്ട് അവർ UDF പുതിയൊരു രാഷ്ട്രീയം, പുതിയൊരു അധാർമിക രാഷ്ട്രീയം മുന്നോട്ട് വെക്കുമ്പോഴും ഇവിടെ നമ്മൾ എന്താണ് കാണുന്നത്? തിരഞ്ഞെടുപ്പിന്റെ അന്ന് ഷൗക്കത്തും ഈ പറയുന്ന സ്വരാജും കണ്ടുമുട്ടുന്നു, രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഹസ്തദാനം കൊടുക്കുന്നു, ചേർന്ന് നിൽക്കുന്നു, മാധ്യമങ്ങൾക്ക് മുമ്പിൽ പടമെടുക്കാൻ വേണ്ടി നിൽക്കുന്നു. അങ്ങനെ പല മാതൃകകൾ എം സ്വരാജ് കാണിച്ചു കൊടുക്കുന്നുണ്ട്. ഇതാണ് രാഷ്ട്രീയ പ്രവർത്തനമെന്ന് രാഹുൽ മാങ്കൂട്ടത്തെ പോലുള്ള ഷാഫി പറമ്പിലിനെ പോലുള്ള ആളുകളെയൊക്കെ ഓർമ്മപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. അങ്ങനെ വലിയൊരു അടയാളപ്പെടുത്തലുകൾ എം സ്വരാജ് നമ്മുടെ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ കാണിച്ചു തരുന്നുണ്ട്. ഒരു അധികാര കസേരകളോടും ഒന്നിനോടുമൊന്നും യാതൊരു രീതിയിലുള്ള താല്പര്യവുമില്ലാത്ത, അല്ലെങ്കിൽ അതിന് പുറകെ പോകാത്ത ഒരു വ്യക്തിത്വമാണ് എം സ്വരാജ് എന്ന് നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ്. എന്തായാലും എം സ്വരാജിന് വേണ്ടി വോട്ട് ചെയ്ത നിലമ്പൂരുകാർ അവർ വലിയ സന്തോഷത്തിലാണ്. കാരണം വർഗീയതയ്ക്കൊപ്പം ചേരാത്ത, മതരാഷ്ട്രവാദികൾക്കൊപ്പം ചേരാത്ത, അവരുടെ വോട്ടുകൾക്ക് വേണ്ടി അവരുടെ തിണ്ണനിരങ്ങാത്ത ഒരു നട്ടലുള്ള ഒരു വ്യക്തിക്ക് ഞങ്ങൾക്ക് വോട്ട് ചെയ്യാൻ കഴിഞ്ഞല്ലോ എന്ന ഒരു സന്തോഷം, എന്നൊരു അഭിമാനം എന്തായാലും എം സ്വരാജിന് വേണ്ടി വോട്ട് ചെയ്ത ആളുകൾക്ക് ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ്. മാത്രമല്ല, നമ്മുടെ ചാനലിൽ തന്നെ പല ആളുകളും, നിലമ്പൂരിലെ പല ആളുകളും ഒക്കെ, അദ്ദേഹത്തിന് വോട്ട് ചെയ്ത പല ആളുകളും ഒക്കെ ഇട്ട കമന്റുകൾ കണ്ടപ്പോൾ എനിക്ക് പോലും സന്തോഷം തോന്നിപ്പോയി. അതിൽ ഒരു വ്യക്തി, ഒരു സിന്ധു എന്ന് പറയുന്ന ഒരു വ്യക്തി ഇട്ടൊരു പോസ്റ്റ് ഇങ്ങനെയായിരുന്നു: എന്റെ കുടുംബത്തിലെ 10 പേർ എം സ്വരാജിനാണ് വോട്ട് ചെയ്തത്, പക്ഷേ സ്വരാജേട്ടൻ തോറ്റുപോയാലും എനിക്ക് അഭിമാനമുണ്ട്, എം സ്വരാജിന് വോട്ട് ചെയ്യാൻ കഴിഞ്ഞല്ലോ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അങ്ങനെ തന്നെ ഒരു പ്രവാസി നമ്മുടെ റിപ്പോർട്ടർ ചാനലിൽ ഒരു പ്രതികരണം രേഖപ്പെടുത്തുന്നത് കണ്ടു. ഞാൻ വോട്ട് ചെയ്യാൻ വന്നത് എം സ്വരാജിന് വേണ്ടിയാണ്. ഓർക്കണം, ഒരൊറ്റ ദിവസത്തെ ലീവ് എടുത്തുകൊണ്ടാണ് അദ്ദേഹം കൂടെ വന്നത്. അപ്പൊ ചോദിക്കുന്നുണ്ട്, അദ്ദേഹം തോറ്റുപോയാലോ എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത്, എം സ്വരാജിന് വോട്ട് ചെയ്യാൻ കഴിഞ്ഞു എന്ന് പറയുന്നത് പോലും അഭിമാനമല്ലേ എന്നാണ് ചോദിച്ചത്. എന്തായാലും എം സ്വരാജ് എന്ന് പറയുന്ന ആ ഒരു നേതാവ് ഒരു ബ്രാൻഡായി മാറുകയാണെന്ന് പറയാതെ വയ്യ. അദ്ദേഹം നമ്മളെ വിസ്മയിപ്പിച്ചുകൊണ്ടിരിക്കും എന്ന് മാത്രമല്ല, അദ്ദേഹം ഒരുപാട് മാതൃകകൾ സമ്മാനിച്ചുകൊണ്ടിരിക്കും എന്ന് മാത്രമല്ല, അദ്ദേഹം നമ്മളെ തിരുത്തിക്കൊണ്ടിരിക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത് രാഷ്ട്രീയത്തിൽ എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്.